ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ സന്തോഷമില്ലാതാകാൻ. വീട്ടിലെ ഒരാൾ വിചാരിച്ചാൽ മതി സമാധാനവും സ്വസ്ഥതയുമെല്ലാം തകരാൻ. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ അറിഞ്ഞു വേണം കുട്ടികളെ വളർത്താനെന്ന് പറയാറില്ലേ? എല്ലാ കുടുംബങ്ങളിലുമുണ്ട് പ്രശ്നങ്ങളും ഇണക്കവും പിണക്കവുമൊക്കെ. അച്ഛനും അമ്മയും മക്കളും കുറച്ച് സമയമെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് വലിയ ദുരന്തങ്ങൾക്ക് വരെയും കാരണമാവുക. മക്കളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ മാതാപിതാക്കൾ അറിയാതെ പോകുമ്പോഴും പുറം ലോകത്ത് നിന്ന് ഒളിച്ചു വയ്ക്കുമ്പോഴുമാണ് എല്ലാം കൈവിട്ടു പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെയും യുവാക്കളുടെയും മനോനില തെറ്റുന്നതാണോ അതോ ലഹരിയാണോ കുടുംബങ്ങളെ കണ്ണീരണിയിക്കുന്നത്? വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കൂടുതൽ വിവരങ്ങളും പത്തനംതിട്ടയിൽ കഞ്ചാവ് ലഹരിയിൽ ഒരു പിതാവ് മകനോട് കാട്ടിയ ക്രൂരതയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കുരുതിയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കേരളത്തിൽ ഏറിവരുന്ന അക്രമവാസനയുടെ ഞെട്ടിക്കുന്ന നേർസാക്ഷ്യമാണ് അവിടെ സംഭവിച്ചത്. സ്വന്തം അമ്മയെയും സഹോദരനെയും കാമുകിയെയും പോലും കൊല്ലാൻ മടിയില്ലാത്തവണ്ണം മരവിച്ച മനസ്സുള്ളവരുടെ എണ്ണം പെരുകുന്ന ഭയാനകമായ കാഴ്ച. കൊല്ലുന്ന സംസ്കാരം വളരുന്നത് പൊതുസമൂഹവും ഭരണകൂടവും ഗൗരവത്തോടെ കാണണം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫാൻ്റെ മൊഴി. കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നുവെന്നും എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൂട്ടക്കൊല നടത്തിയതെന്നും പ്രതി മൊഴി നൽകി. അഫാൻ്റെ അമ്മ ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫാന്റെ മൊഴി. ഉമ്മയ്ക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. 12ഓളം പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയത്. അവർ പണം തിരിച്ചു ചോദിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഇതോടെ കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചു. എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചത്. ആദ്യം ആക്രമിച്ചത് ഉമ്മ ഷെമിയെ ആയിരുന്നു. രാവിലെ 11 മണിയോടെ അവരെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. തുടർന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം ധനകാര്യ സ്ഥാപനത്തിലെത്തി 1400 രൂപ വാങ്ങി. ഒരു കടയിൽ നിന്ന് പുതിയ രീതിയിലുള്ള ചുറ്റികയും മറ്റൊരു കടയിൽ നിന്ന് എലിവിഷവും വാങ്ങിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഉമ്മ മരിച്ചില്ലെന്ന് കണ്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ചതായും പ്രതി പോലീസിനോട് പറഞ്ഞു. തുടർന്നായിരുന്നു മറ്റു കൊലപാതകങ്ങൾ. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മൊഴികളിൽ അവ്യക്തതയുണ്ട്. പിതാവിന്റെ ഉമ്മയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതിന്റെ കാരണവും ദുരൂഹമാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ഇവർക്ക് ബന്ധമില്ല. സാമ്പത്തികമായി സഹായിക്കാത്തതിന്റെ വൈരാഗ്യമാകാം കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുത്തശ്ശിയെ കൊന്ന ശേഷവും അഫാൻ കടങ്ങൾ വീട്ടിയിരുന്നതായും പോലീസ് കണ്ടെത്തി. സൽമ ബീവിയെ കൊന്ന ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ സ്വന്തം അക്കൗണ്ട് വഴിയാണ് അഫാൻ കടക്കാർക്ക് നൽകിയത്. ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയും ചെയ്തു. അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി. വിദേശത്ത് പിതാവ് കടബാധ്യതയിലായതും അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചിരുന്നു. ജീവിത നിലവാരം ഇടിഞ്ഞത് അഫാനെ അസ്വസ്ഥനാക്കിയിരുന്നെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ആക്രമണത്തിനിരയായ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട്. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ ഷെമിയുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നു.
അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകൾ പരിശോധിക്കും. സൈബർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം. തിരുവനന്തപുരം മുക്കന്നൂരിലെ ഫർസാനയ്ക്ക് അഫാൻ എന്നാൽ ജീവനായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടതാണ്. അതാണ് അവൻ വിളിച്ചപ്പോൾ ഫർസാന ഇറങ്ങിപ്പോയത്. എന്നാൽ ആ യാത്ര മരണത്തിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മൂക്കന്നൂർ ജംഗ്ഷനിലൂടെ പെൺകുട്ടി കാൽനടയായി നീങ്ങുന്നത് CCTV ക്യാമറയിലെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ഇരുചക്ര വാഹനത്തിൽ പിന്നീട് പേരമലയിലെ വീട്ടിലെത്തിച്ചാണ് ക്രൂരമായി പ്രണയിനിയെ കൊലപ്പെടുത്തിയത്. കൂട്ടക്കൊലപാതകം നടന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അഫാൻ പെൺസുഹൃത്തായ ഫർസാനയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. 3:20 ട്യൂഷന് പോകുന്നെന്ന് പറഞ്ഞ് പുത്തൂരുള്ള വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന കുട ചൂടി കാൽനടയായി മുക്കുന്നൂരിലെ പ്രധാന ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം 3:32. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതും ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തം. മുക്കുന്നൂരിലെ തിരക്കുള്ള ജംഗ്ഷൻ പിന്നിട്ട് മുമ്പോട്ട് നടന്നു നീങ്ങിയ ഫർസാനയെ വെഞ്ഞാറമൂട് ദിശയിൽ കാത്തുനിന്ന പ്രതി തന്റെ ഇരുചക്ര വാഹനത്തിൽ കയറ്റി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ പേരമലയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്കൂൾ കാലഘട്ടം മുതൽ തന്റെ സുഹൃത്തായിരുന്ന അഫാൻ വിളിച്ചു വരുത്തിയത് എന്നേക്കുമായി ഇല്ലാതാക്കാനാണെന്ന് മനസ്സിൽ പോലും കരുതാതെ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന 22-കാരിയായ ഫർസാന ഇങ്ങനെ നടന്നു നീങ്ങിയതാകട്ടെ മരണത്തിലേക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താകും? അഫാന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പ്രണയം, സാമ്പത്തിക ബാധ്യത, ഇത് രണ്ടുമാണ് കൊലപാതകങ്ങൾക്ക് കാരണമായി അഫാൻ മാറി മാറി പറയുന്നത്. വീട്ടിലെ സാമ്പത്തിക ബാധ്യത കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ? കൂട്ടക്കുരുതിക്കിടെ പ്രതി അഫാൻ ബാറിലെത്തി മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബാറിലെത്തുകയും മദ്യവുമായി മടങ്ങിയ ശേഷം 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയെന്നുമാണ് നിഗമനം. ഫർസാനയും അഫാനും തമ്മിലുള്ള സമൂഹ മാധ്യമ ചാറ്റുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വെറും 6 മണിക്കൂർ, ഇതിനിടെ 6 കൊലപാതക ശ്രമം. അതിൽ കഷ്ടി രക്ഷപ്പെട്ടത് ഒരാൾ മാത്രം, 6ഉം അതിക്രൂരം. ഈ സമയത്തിനിടയിലും പ്രതി മറ്റു പലതും ചെയ്തു, അതും ആർക്കും സംശയം തോന്നാത്ത വിധം. പാങ്ങോട് വാപ്പുമ്മയെയും 15 കിലോമീറ്റർ സഞ്ചരിച്ച് പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതി സഞ്ചരിച്ചെത്തിയത് വെഞ്ഞാറമൂട്ടിൽ ബാറിലേക്കാണെന്ന് സൂചന. ഈ കൊലപാതകങ്ങൾക്ക് മുമ്പ് മാതാവ് ഷെമിയെയും തലക്കടിച്ചു വീഴ്ത്തിയിരുന്നു. 4 പേരുടെ തലകൾ അടിച്ചു നുറുക്കിയിട്ടും ഒരു ഭാവവ്യത്യാസവുമില്ലാതെയായിരുന്നു അഫാന്റെ സഞ്ചാരം. 10 മിനിറ്റോളം ബാറിൽ ചിലവഴിച്ച് മദ്യപിച്ച ശേഷം മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയതെന്ന് കരുതുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് കാമുകിയെയും അനുജനെയും തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കാമുകിയെ കൊലപ്പെടുത്താനായി അനുജനെ തന്ത്രപരമായി ഭക്ഷണം വാങ്ങാൻ വിട്ട് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി.
കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം അനുജനെ വീട്ടിലേക്ക് ബൈക്കിൽ കൊണ്ടുവന്ന് സമാന രീതിയിൽ തലക്കടിച്ചു വീഴ്ത്തി ജീവനെടുത്തു. പ്രതിയുടെ മനോനിലയും ലഹരി ഉപയോഗവും വൈദ്യസംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ പല വീടുകളിലും മക്കൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പത്തനംതിട്ട കൂടലിൽ കഞ്ചാവ് ലഹരിയിൽ ഒരു പിതാവ് സ്വന്തം കുഞ്ഞിനോട് കാട്ടിയ ക്രൂരത അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്. 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് കൂടൽ പോലീസ് പിതാവ് രാജേഷിനെതിരെ കേസെടുത്തു. 2 ദിവസം മുൻപുള്ള ആക്രമണത്തെക്കുറിച്ച് അയൽവാസികളാണ് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയത്. കൂടൽ സ്വദേശിയായ രാജേഷാണ് 13കാരനായ മകനെ വീട്ടിൽ വെച്ച് ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. 2 ദിവസം മുമ്പാണ് സംഭവം നടന്നത്. പുതിയ വസ്ത്രങ്ങളും ചെരുപ്പും വാങ്ങാൻ കുട്ടി ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിൽ ദൃശ്യങ്ങളടക്കം സമീപവാസികൾ CWCക്ക് പരാതി നൽകുകയായിരുന്നു. പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് കൂടൽ പോലീസ് കേസെടുത്തത്. ലഹരിക്ക് അടിമയായ രാജേഷ് ഭാര്യയും മക്കളെയും മർദ്ദിക്കുന്നത് പതിവാണെന്ന് സമീപവാസികൾ പറയുന്നു. മുൻപ് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഇയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. അയൽവാസികളും നാട്ടുകാരും രാജേഷിനെതിരെ രംഗത്ത് വന്നതോടെയാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 പത്തനംതിട്ട. കൂട്ടുകാരൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നവരാണ് നമ്മളൊക്കെ. അതുപോലെ മകൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലെത്തിയാൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കരുതലോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന അമ്മമാരുമുണ്ട്. എന്നാൽ ഈ കെട്ട കാലത്ത് അമ്മയെയും മക്കളെയും പോലും തിരിച്ചറിയാത്തവരെ കാണാം. പാലക്കാട് ആലത്തൂരിൽ 35കാരിയായ വീട്ടമ്മ മകൻ്റെ കൂട്ടുകാരനൊപ്പം നാടുവിട്ട സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. 14 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തു. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം വന്നതെന്നാണ് യുവതിയുടെ മൊഴി. കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിയായ 35കാരിയാണ് 14കാരനൊപ്പം നാടുവിട്ടത്. ഇവരുടെ 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനാണ് 14കാരൻ. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടുകാരുടെ പരാതിയിൽ യുവതിക്കെതിരെ കേസെടുത്തു. യുവതി തൃശൂരിലും എറണാകുളത്തും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം വന്നതെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൂട്ടിക്കൊണ്ടുപോയതിൽ പോക്സോ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഭർത്താവുമായി അകന്നു കഴിയുകയാണ് യുവതി. കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. ന്യൂസ് 18 പാലക്കാട്. പട്ടാപ്പകൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത നാടായി കേരളം മാറുന്നു. തൊടുപുഴയിൽ നടുറോഡിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം
പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. കേസിൽ മൂവാറ്റുപുഴ സ്വദേശി നസീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പകൽ തൊടുപുഴയിലാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നസീബ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയായിരുന്നു പീഡന ശ്രമം. സുഹൃത്തിനെ ബസ് കയറ്റിവിട്ട ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയത്താണ് നസീബിന്റെ ആക്രമണമുണ്ടായത്. വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തിയ ഇയാൾ കാഞ്ഞിരമറ്റത്ത് വെച്ച് വാഹനം തടഞ്ഞ ശേഷം പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാരെത്തിയതോടെ നസീബ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അതിൽ പ്രകാരം പോലീസ് കേസെടുത്തു. 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതിനെ നമുക്ക് ഇടപെട്ടി ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപ് ഏതെങ്കിലും കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ നിയമവിദ്യാർത്ഥിനി ഫാത്തിമ മൗസ മെഹ്റിസിന് എന്താണ് സംഭവിച്ചത്? പെൺകുട്ടി ജീവനൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? മൗസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ആൺസുഹൃത്ത് കെണിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. യുവാവുമായി സൗഹൃദം തുടങ്ങിയ ശേഷം മറ്റുള്ളവരുമായി മൗസിക്ക് കാര്യമായ അടുപ്പമുണ്ടായിരുന്നില്ല. കേസിൽ കോവൂർ സ്വദേശിയായ യുവാവിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 15-നാണ് മൗസ തൃശൂരിലെ വീട്ടിൽ ഒടുവിലെത്തിയത്. 17-ന് മടങ്ങി. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായി സൂചന ലഭിച്ചില്ല. മൗസ മരിച്ചതിന്റെ തലേ ദിവസം പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അമ്മയ്ക്ക് കോൾ വന്നു. സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയാൽ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നും അറിയിച്ചു. യുവാവിന്റെ കോളിന് പിന്നാലെ കുടുംബം മൗസയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് ആയിരുന്നു. പിന്നീട് മറ്റൊരു ഫോണിൽ നിന്നും അച്ഛനെ വിളിച്ച് ഫോൺ തകരാറിലാണെന്നും നന്നാക്കിയ ശേഷം തിരികെ വിളിക്കാമെന്നും അറിയിച്ചു. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 17-ാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിലും ഈ കുട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ്. അടുത്ത മാർച്ചിൽ ഇൻറ്റേൺഷിപ്പിൽ എറണാകുളം ഹൈക്കോടതി ഇൻറ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശക്തമായ ഇടപെടൽ അതിലൂടെ ഉണ്ടായിരിക്കും. അമ്മയുമായുള്ള കോൾ റെക്കോർഡ് ചെയ്ത് യുവാവ് മൗസയ്ക്ക് അയച്ചു കൊടുത്തതായാണ് സൂചന. ബന്ധം അമ്മ അറിഞ്ഞത് മൗസയ്ക്ക് വലിയ ആഘാതമായി. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിടുകയും ചെയ്തു. ഇയാൾ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നതും ഞെട്ടിച്ചു. ഇതേ ചൊല്ലിയും വാക്കേറ്റമുണ്ടായി. തുടർന്ന് താമസ സ്ഥലത്തെത്തിയ ഇയാൾ ഫോൺ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. രാവിലെ കോളേജിൽ പോയ മൗസ വീട്ടിൽ തിരിച്ചെത്തി ജീവനൊടുക്കി. യുവാവുമായി അടുത്തതോടെ മറ്റു സുഹൃത്തുക്കളുമായി മൗസ അകന്നതായി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞു. യുവാവിന്റെ കാറിൽ പലപ്പോഴും കണ്ടിരുന്നു. വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് മൗസ ജീവനൊടുക്കിയതെന്ന് കരുതുന്നതായും സുഹൃത്ത് പറയുന്നു. വലിയൊരു പ്രഷർ ഇതിന്റെ ബാക്കിലുണ്ടാവും, വലിയ രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, രണ്ടാമത് ഇവളായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളത്. ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിന്റെ ബാക്കിലുണ്ടാവും. സുഹൃത്ത് വിവാഹിതനും കുട്ടികളുടെ പിതാവുമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മൗസ മനസ്സിലാക്കിയത്.
ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ ഒളിവിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ രാത്രിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം യുവാവിൻ്റെ ജീവനെടുത്തു. വാക്കേറ്റത്തെ തുടർന്നാണ് വടക്കാഞ്ചേരി സ്വദേശി സേവ്യറിനെ കൊലപ്പെടുത്തിയത്. സേവ്യറിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും കുത്തേറ്റു. ഇവരുടെ സുഹൃത്ത് വിഷ്ണുവാണ് കൊല നടത്തിയതെന്നാണ് വിവരം. റൗഡി ലിസ്റ്റിലുള്ള വിഷ്ണു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ സേവ്യറും അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപമുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. സേവ്യറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്ത് വിളിച്ചിറക്കിയതിനെ തുടർന്ന് മൂവരും തമ്മിൽ വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവ്യറിനെയും അനീഷിനെയും ആക്രമിക്കുകയായിരുന്നു. സേവ്യറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതരമായി പരിക്കേറ്റു. രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ സേവ്യർ മരിക്കുകയായിരുന്നു. അനീഷിന് കഴുത്തിലും തലയിലും കൈയിലും മുറിവുണ്ട്. സേവ്യർ കെട്ടിട നിർമ്മാണ കരാറുകാരനും അനീഷ് പെയിന്റിംഗ് പണിക്കാരനുമാണ്. പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള 32-കാരനായ വിഷ്ണു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം തുടങ്ങി. മൂവരും സുഹൃത്തുക്കളായിരുന്നെന്നാണ് വിവരം. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 തൃശൂർ. സുഹൃത്തുക്കൾ തമ്മിലുള്ള കയ്യാങ്കളി കൈവിട്ടു പോയാൽ അക്രമവും കൊലപാതകവും വരെ സംഭവിക്കാം. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. കൊല്ലം പുനലൂരിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള കയ്യാങ്കളി കൊലപാതകത്തിൽ കലാശിച്ചൊരു സംഭവത്തെക്കുറിച്ച് അറിയണം. വയറിന് ചവിട്ടേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മേലില സ്വദേശി സുഗതൻ നായരുടെ മരണം സംഭവിച്ചത്. കേസിൽ ഓട്ടോ ഡ്രൈവറായ തലവൂർ സ്വദേശി സണ്ണിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മേലില പടിഞ്ഞാറ് കണിയാംകുഴിയിൽ സുഗതൻ നായരുടെ മരണത്തിലാണ് സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ തലവൂർ നടുത്തേരിയിൽ സണ്ണിയെ അറസ്റ്റ് ചെയ്തത്. 2 ദിവസം മുമ്പ് സുഗതന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സണ്ണി ഇയാളെ മർദ്ദിച്ചിരുന്നു. ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സുഗതനെ വീടിനു പുറത്ത് കാണാഞ്ഞതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രക്തം വാർന്ന നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് വാർഡംഗം അനിൽകുമാറും ബന്ധുക്കളും ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. പല മേഖലയിൽ നിന്നും ആളുകൾ മദ്യപിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സണ്ണി വീട് തിരക്കി ഇവിടെ വരികയും ഇയാളുമായിട്ട് വാഗ്വാദം ഉണ്ടായി, അടിയുണ്ടായി. ആ അടിക്കുകയും ചവിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരണം സംഭവിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മർദ്ദനത്തിൽ വയറിനേറ്റ ക്ഷതം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. സുഗതനും സണ്ണിയും സുഹൃത്തുക്കളായിരുന്നു. സണ്ണിയുടെ വീട്ടിൽ സുഗതൻ ജോലിക്ക് പോയതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ഫോണിലൂടെ തർക്കമുണ്ടായി. തുടർന്ന് സണ്ണി ഓട്ടോറിക്ഷയുമായി സുഗതന്റെ വീട്ടിലെത്തി. രണ്ടുപേരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സുഗതനെ സണ്ണി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും കുന്നിക്കോട് പോലീസ് പറഞ്ഞു. കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സണ്ണി വേറെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്.
ന്യൂസ് 18 പുനലൂർ. ബാറുകളിൽ ജീവനക്കാർ തമ്മിലുള്ള വഴക്കും അസ്വാരസ്യങ്ങളും പതിവാണ്. എന്നാൽ അത് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും എത്തിയാൽ ബാധിക്കുന്നത് അവരുടെ തൊഴിലിനെ തന്നെയാണെന്ന് തിരിച്ചറിയണം. കൊട്ടാരക്കര ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന ബാറിൽ സംഘർഷമുണ്ടാക്കിയത് അവിടെ ജോലി ചെയ്യുന്നവർ തന്നെയാണ്. സംഘർഷം സൃഷ്ടിച്ചതിന് 3 ജീവനക്കാരെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊട്ടാരക്കര ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന ബാറിന് മുന്നിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണിത്. ശ്യാം, ജോസ് എന്നീ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ശ്യാമും ജോസും ഹൗസ് കീപ്പിംഗ് സെക്ഷനിലെ ജീവനക്കാരാണ്. ഇവർ തമ്മിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ മുൻപേ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പേരുടെയും തർക്കം അതിരുവിട്ടതോടെ കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. ജോസിന്റെ ബന്ധുക്കളായ 2 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരും ഓടിയെത്തി ശ്യാമിനെ മർദ്ദിച്ചു. താക്കോൽ കൊണ്ട് മർദ്ദിക്കുകയും മുഖത്ത് മുറിവേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ 3 പേരെ കൊട്ടാരക്കര പോലീസ് പിടികൂടി. പിടിയിലായവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പൂവാറിൽ MDMAയുമായി യുവതി ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് വിഷ്ണുപുരം സ്വദേശി ശിവജി, തൃശൂർ സ്വദേശി ഫവാസ്, കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ എന്നിവർ. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ MDMAയുമായി 2 യുവാക്കളെ പിടികൂടി. 40 ഗ്രാം MDMAയുമായി പിടിയിലായത് തളിപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് അഫ്രീദി, മുഹമ്മദ് ദിൽഷാദ് എന്നിവർ. ഇടുക്കി മുരിക്കാശ്ശേരിക്ക് സമീപം നേർച്ചപ്പാറയിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തി. പ്രതി വിനോദ് പിടിയിൽ. പണ്ടൊക്കെ അച്ഛനമ്മമാരുടെ ശകാരവും ശിക്ഷണവും ഏറ്റുവാങ്ങിയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കും തല്ലുപിടിയും പതിവായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് സമയം ഇരുന്ന് കരയും, പിന്നെ അതൊക്കെ മറക്കും. എന്നാൽ ഇന്നത്തെ കുട്ടികൾ നിസ്സാര പ്രശ്നങ്ങളിൽ പോലും പൊട്ടിത്തെറിക്കുകയും മാനസികമായി തളരുകയും ചെയ്യുന്നു. തിരുവനന്തപുരം വെള്ളനാട് 10 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് ഒരു പേനയുടെ പേരിൽ അനിയത്തിയുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ്. വെള്ളനാട്ടെ 4ാം ക്ലാസ്സുകാരിയായ ദിൽഷിത വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും കുറച്ച് നാളുകളായി അകന്നു കഴിയുകയാണ്. വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നു. അങ്ങനെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ മനസ്സും അങ്ങേറ്റം ദുർബലമായിരിക്കും. അതാകാം ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ജീവനൊടുക്കാൻ ദിൽഷതയെയും പ്രേരിപ്പിച്ചത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.